വളവ് തിരിച്ചു. കറക്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ബാലൻസ് പോയിട്ട് ആക്സിലേറ്റർ കൂടിപ്പോയി. കയറി ആ കറക്റ്റ് സ്കൂട്ടിയുടെ ടയറിൻ്റെ വീതിയാണ് ആ പൈപ്പിനുള്ളൂ. കറക്റ്റ് ആ പൈപ്പിന് പിടിച്ചിട്ട് നിന്നു. ആ പൈപ്പിൽ ഒരു 2 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടോ അപ്പുറത്ത് ഏതെങ്കിലും വലത്തോട്ടോ ഇടത്തോട്ടോ മാറിപ്പോയായിരുന്നു എൻ്റെ കാര്യത്തിൽ തീരുമാനമായാനെ. 15 അടിയോളം ഏകദേശം താഴ്ച ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഞാൻ കഴുത്തോടിഞ്ഞാണ് ഏതൊരു അവസ്ഥയിലായാനെ. കറക്റ്റ് അത്തേൽ ഇടിച്ചു. പക്ഷേ വണ്ടി പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് പോറൽ ഒരു സംഭവമില്ല. ഞാൻ നിൽക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് സാധാരണ വണ്ടിക്ക് ചെറിയ കംപ്ലയിൻറ്റ് വരുവാണെങ്കിൽ എനിക്ക് കിക്കർ അടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. സെക്കൻഡ് സ്റ്റാൻഡിൽ ഇട്ടിട്ട് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ ചിലപ്പോൾ വീട്ടിലെ ചേട്ടനെ ചേച്ചി ആരും ഇങ്ങനെ വിളിച്ചിട്ടില്ല, ഞാൻ എടുത്ത് ആവണം. അപ്പോൾ ആയി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഞാൻ അതൊരു ശരിക്കും കയറ്റത്തിലേക്കൊന്നും അല്ല മറിഞ്ഞ് കിടക്കുന്നത്, ഒരു ഇറക്കത്തിലേക്ക് മറിഞ്ഞ് കിടന്ന സ്കൂട്ടർ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കിൾ എങ്ങനെ എടുത്ത് പൊക്കുവോ അതുപോലെ ഞാൻ ആ സ്കൂട്ടർ പൊക്കിയെടുത്തു. എനിക്കതൊന്നും എനിക്കറിയത്തില്ല അതെങ്ങനെയാണ്. കാരണം ആ സെക്കൻഡ് സ്റ്റാൻഡിലിറങ്ങി നമുക്കറിയാം വലിയ കഷ്ടപ്പാടില്ല. ബട്ട് ഈ സ്കൂട്ടർ ഞാൻ പൊക്കിയെടുത്ത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അത്രയും വലിയൊരു ആപത്തിൽ നിന്നാണ് എന്നെ രക്ഷിച്ചത് മാതാവ്. ഞാനത് നിയോഗത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, മാതാവേ ഞങ്ങൾ ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കണേന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മമ്മി ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലായിട്ട് കുറേ പ്ലാവുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മഴക്കാലമായിരുന്നു, ഒരുപാട് ചക്കകളൊക്കെ ഉണ്ടായിരുന്നു. മമ്മി എപ്പോൾ മാറുമോ ആ സമയത്ത് ആ പ്ലാവിൻ്റെ വലിയൊരു ഏര അവിടേക്ക് ഒടിഞ്ഞാടും. ഞങ്ങൾക്ക് വലിയ അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെ 2 പ്രാവശ്യം നടന്നു. വലിയൊരു അപകടത്തിൽ നിന്നായിരുന്നു രക്ഷിച്ചത്. മമ്മി നിന്ന് ആ സ്പോട്ടിലായിരിക്കും ഒടിഞ്ഞ് വീണിട്ടുണ്ടായിരിക്കുക. മമ്മി ഇത് മാറാൻ നിൽക്കും. അത്രയും വലിയ അപകടത്തിൽ നിന്ന് ഞങ്ങളെ ഫാമിലീനെ രക്ഷിച്ചു. അതുപോലെ തന്നെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം 2 പ്രാവശ്യം, ഒന്ന് വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ടൈമിലും 2 ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്ന ടൈമിലും എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം വന്നായിരുന്നു. വീട്ടിൽ നോക്കിയപ്പോൾ വീടിൻ്റെ പരിസരത്തെങ്കും മുല്ലപ്പൂവിൻ്റെ മണമില്ല. ഇവിടെ വന്നപ്പോഴും മുല്ലപ്പൂവിൻ്റെ പടം മൈൻഡ് കിടപ്പുണ്ടായിരുന്നു. പുറത്ത് മുല്ലപ്പൂ വിൽക്കുന്നവരുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഓർത്തു ആ മുല്ലപ്പൂവിൻ്റെ മണം ഇവിടെ ആരെങ്കിലും ചൂടിയിട്ടുണ്ടായിരിക്കും ഓർത്തു. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ആ പരിസരത്തെങ്ങും മുല്ലപ്പൂ ഇല്ല. ആ ഒരു മണം എന്ന് പറയുന്ന ഒരു ഇത്ര സെക്കൻഡ് എനിക്കുള്ളൂ, ഒരു മിനിറ്റ് തികച്ചങ്ങ് നിൽക്കത്തില്ല. ഒരു ഇത്ര സെക്കൻഡുകൾ അങ്ങ് ശരിക്കും നമ്മുടെ മൂക്കിലേക്ക് കുത്തിക്കയറും. അങ്ങനെ 2 പ്രാവശ്യം നല്ല അനുഭവം ഉണ്ടായി. അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനങ്ങളും. കാരുണ്യപ്രവൃത്തി ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിൽ പോകുമായിരുന്നു. ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് അവിടുത്തെ അമ്മമാരുടെയും ഇങ്ങനെ അവരോട് മിണ്ടും, അവരുടെ വിഷമങ്ങളൊക്കെ കേൾക്കാൻ സാധിക്കുന്നത് വലിയ കാരുണ്യപ്രവൃത്തിയാണ്. അപ്പം അവരുമായിട്ട് മിണ്ടും, അവരുടെ കൂടി ഇരിക്കും, അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരുടെ വിഷമങ്ങളൊക്കെ കേട്ടിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പറ്റുന്ന പോലെ മീൻകറി എന്തെങ്കിലുമൊക്കെ കറികളും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പൊതിച്ചോറുകൾ കൊടുക്കും. പൊതിച്ചോറ് കൊടുക്കുന്ന കൂട്ടത്തിൽ അവരുടെ അടുത്ത് ഇരിക്കും. അവരുടെ അടുത്ത് ഇരുന്നിട്ട് അവരുടെ സങ്കടങ്ങളൊക്കെ കേൾക്കും. അവരിങ്ങനെ ചിലപ്പോൾ അവർക്ക് ഒരുപാട് വിഷമങ്ങളുള്ളവരാണ്. അപ്പോൾ അവരുടെ അടുത്തിരുന്ന് അവരുടെ വിഷമങ്ങളൊക്കെ കേൾക്കും. പല അമ്മമാരും എൻ്റെ കയ്യിലൊക്കെ പിടിച്ച് നമുക്കിങ്ങനെ ഉമ്മയൊക്കെ തരും. അപ്പോൾ നമ്മൾ ശരിക്കും നമുക്ക് ഒരു അവാർഡ് കിട്ടുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാവില്ലേ? അതുപോലെയാണ് ഇങ്ങനെ അമ്മമാർ നമ്മുടെ കയ്യിലൊക്കെ